എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രസം ഉണ്ടാക്കണ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ആ കടല കൊണ്ട് ആദ്യം ഒരു തോരൻ ഉണ്ടാക്കാം. അതിനുശേഷം നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തോരൻ ആവശ്യമായ കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇന്ന് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത ദിവസം വീഡിയോ ഇടുമ്പോഴേ നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ടൊരു കടായി വയ്ക്കുക. തോരൻ ഉണ്ടാക്കാൻ പോവാണ്. കടായി വയ്ക്കുക, ഓയിൽ ആഡ് ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ആ എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു അര ടേബിൾ സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ, കറിവേപ്പില ഒരു അര ടേബിൾ സ്പൂൺ, മഞ്ഞൾ പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ കായം, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് കടല വേവിക്കുക. കടല നല്ല വെന്ത് വന്നിട്ടുണ്ട്. കടല വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പീരയും കൂടെ ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കടലത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് രസം ഉണ്ടാക്കാം. നമ്മളിവിടെ രസം ഉണ്ടാക്കുന്നത് നമ്മൾ കടല വേവിച്ചില്ലായിരുന്നു. ആ കടല വേവിച്ച വെള്ളം യൂസ് ചെയ്താണ് രസം ഉണ്ടാക്കുന്നത്. സാധാരണ എല്ലാവരും ഈ വെള്ളം കളയുകയാണ് ചെയ്യാറ്. നമുക്കിത് വെച്ച് നല്ല ടേസ്റ്റി രസം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. രസത്തിന് ആവശ്യമായ തക്കാളി, മല്ലിയില, വെളുത്തുള്ളി 5-6 അല്ലി, കറിവേപ്പില, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി വയ്ക്കുക. കടായിലോട്ട് എണ്ണ ആഡ് ചെയ്യുക. കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അര ടേബിൾ സ്പൂൺ ജീരകവും 1/4 ടേബിൾ സ്പൂൺ ഉലുവയും ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ തക്കാളി ആഡ് ചെയ്ത് നല്ലോണം വേവിച്ചെടുക്കുക.
തക്കാളി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കായം, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കും. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക, നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. രസപ്പൊടിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ രസപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന കടല വേവിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. എൻ്റെ ഇന്നത്തെ കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.